ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനെ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 73ാമത് ജനറൽ കൺവെൻഷന്റെ ഒടുവിലത്തെ ദിവസം വിശുദ്ധ സഭായുഗമായി ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് തരുന്ന എല്ലാ ദൈവികമായ അവസരങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളുടനീളം നമ്മൾ പല പ്രാവശ്യം പല ദൈവദാസന്മാരിലൂടെ ദൈവം നടത്തിയ വിധങ്ങൾക്ക് വേണ്ടി നന്ദി പറയാനും സ്തോത്രം ചെയ്യാനും ആ ദൈവിക കരുതലുകളെ ഒന്ന് ധ്യാനിക്കാനൊക്കെ കർത്താവ് അവസരങ്ങളെ നൽകി എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി അതിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ ക്ഷണിക്കപ്പെട്ട ദൈവദാസൻ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ശുശ്രൂഷിക്കുവാൻ സമയം കൊടുക്കണം എന്നുള്ളത് കൊണ്ടും ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 പദങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിന്റെ ചരിത്രമോ പശ്ചാത്തലമോ ഒന്നും ഞാൻ തൊടുന്നില്ല. 1-2 പദങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുക. ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച ആ വേദഭാഗത്തിന്റെ ആദ്യത്തെ വാക്യം, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ ജനത്തെ ഒന്ന് പ്രബോധിപ്പിക്കുക. ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. ആമേൻ. ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്നത് സാമ്പത്തിക നന്മകളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. പക്ഷേ ഇവിടെ ദാവീദ് ജനത്തോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ആമേൻ മഹത്വവും ശക്തിയും കൊടുക്കണം. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കണം. ആമേൻ. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയ്ക്ക് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ ആമേൻ ആ ഒരു പ്രബോധനം ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവത്തിന് ആരാധന കൊടുക്കാനാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് ആരാധന കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നതെല്ലാം ആമേൻ ദൈവം നമുക്ക് നൽകിയതാണ്. ആമേൻ. നമ്മൾ സ്തോത്രക്കാഴ്ച ഇട്ടാൽ ആ സാമ്പത്തിക നന്മ ദൈവം നമുക്ക് തന്നതാണ്. നമ്മൾ ദൈവത്തിന് നമ്മളെ ആരോഗ്യത്തെ വിനിയോഗിച്ചാൽ ആ ആരോഗ്യം ദൈവം തന്നതാണ്. എന്തെങ്കിലും ദൈവം നമുക്ക് തന്നത് മാത്രമാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവം തരാത്തത് ആമേൻ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ അത് ദൈവത്തിന് ആരാധനയാണ്. ആമേൻ. മനസ്സിലാകുന്നെങ്കിൽ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന അത് ദൈവം നമുക്ക് തന്നതല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ്. കാര്യം, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതുകൊണ്ട് ഈ ഞായറാഴ്ച രാവിലെ ആ ദൈവത്തിനെ ആരാധിക്കാൻ വന്ന വിശുദ്ധ ദൈവജന ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധന നമ്മുടെ കർത്താവിന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നതെല്ലാം ദൈവം തന്നതാ. അവൻ ദൈവം തരാത്തത് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് ദൈവത്തിന് ആരാധന മാത്രമാണ്. ആമേൻ. നമ്മുടെ പാട്ടുകളെക്കാൾ, നമ്മുടെ ആരാധന രീതികളെക്കാൾ അതൊക്കെ ശ്രേഷ്ഠമായ രീതിയിൽ ദൈവത്തിന് ആരാധന ഹൃദയംഗമായി കൊടുക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രൈസിംഗ് ജനറേഷൻ നമ്മുടെ നടുവിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, മറ്റെന്തിനേക്കാളും ആരാധന പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രൈസിംഗ് ജനറേഷൻ ഈ 2026 നമ്മുടെ കൂട്ടത്തിന്റെ അകത്തുനിന്ന് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇന്ന് ആരാധനയുടെ സമയങ്ങൾ എല്ലായിടത്തുമല്ല, പലയിടത്തും കുറഞ്ഞു വരുന്നു. സമയത്തിന്റെ ക്ലോക്ക് നോക്കി നമ്മൾ ആരാധിക്കുന്നത്. കൃത്യമായി സമയത്തെ ക്ലോക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ആരാധന അതിയോടെ സ്വിച്ച് ഓഫ് ആകുക. പിന്നെ നമ്മൾ പാസ്റ്റർമാർ ഒരു വരി പാടുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ചെയ്താൽ ആകപ്പാടെ അസ്വസ്ഥതയാകുക. അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന സമയബന്ധിതമല്ലാതെ, സമയപരിധിയില്ലാതെ ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്തി ആരാധിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ ആദ്യമായി ആരാധനയുടെ പദം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. 22-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ആരാധന എന്ന ആ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വേഗത്തിൽ പറഞ്ഞു നിർത്താം. അവിടെ അബ്രഹാം തന്റെ ഏകജാതനായ മകനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോകുന്ന ഭാഗത്താണ് ആ ഒരു പദം അവിടെ കാണുന്നത്. അവൻ കൂടെ നിൽക്കുന്ന ബാല്യക്കാരോട് അവർ നിർത്തി പറയുക, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും എന്റെ പൈതലുമായി പോയി ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം.
ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഞാനും എന്റെ മകനും പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം, നിങ്ങളുടെ നിൽപ്പിനെന്ന് പറഞ്ഞ് മല കയറി പോകുന്ന ആമേൻ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ. ഞാൻ പറയാം, ആരാധനയുടെ ആമേൻ പ്രകടമായ ഒരു ആമേൻ സ്വഭാവം എന്നുള്ളത് അനുസരണയാ. ഹലോ, നമ്മൾ പാടുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആമേൻ മറ്റ് പല ആമേൻ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും ആരാധനയുടെ പ്രകടമായ ആമേൻ അനുഭവം എന്ന് പറയുന്നത് അനുസരണയാ. ആമേൻ. ദൈവം പറഞ്ഞ എന്താ? നീ നിന്റെ ഏകജാതനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി ആ മോറിയ മലയിൽ യാഗമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ആമേൻ മറുചോദ്യമില്ലാതെ, ആമേൻ മറിച്ച് ചിന്തിക്കാൻ നിൽക്കാതെ, ആമേൻ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും നിരവധി അനുഭവങ്ങൾ ഉള്ളപ്പോൾ അതിന് മിനക്കെടാതെ ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിച്ച് മകന്റെ കൈയും പിടിച്ച് മോറിയ മല ചവിട്ടി കയറുവാൻ അനുസരണയുള്ള ഒരു അബ്രഹാമിനെ കാണുന്നത് പോലെ അവൻ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ അനുസരിക്കുന്ന ദൈവമക്കളെ അവൻ നമ്മുടെ ആരാധന ആമേൻ അതത്ര ശ്രേഷ്ഠമായി മാറുവാനിടയായി തീരും. ആമേൻ. ആ പദം ഇങ്ങനെയാ, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. നല്ല ബോധ്യം അബ്രഹാമിനുണ്ട്, ഞാൻ പോകുന്നത് ആരാധന കഴിക്കാൻ തന്നെയാ. ഞാൻ ഈ മല ചവിട്ടി കയറി മേലെത്തുന്നത് ആ മോറിയയുടെ നെറുകയിൽ ചെന്നിട്ട് ആമൻ അബ്രഹാമിന്റെ ആമൻ ഓമന മകനെ ദീർഘനാൾ കാത്തിരുന്ന് പ്രാപിച്ച വാഗ്ദത്തത്തെ ആമൻ ദീർഘനാൾ കാത്തിരുന്ന് എന്റെ കൈക്കുമ്പിൾ ഏറ്റുവാങ്ങിയ ദൈവിക ആമൻ ദാനത്തെ ആമൻ യാഗം കഴിക്കാനാണ് പോകുന്നു എന്ന വ്യക്തമായ ബോധ്യം അബ്രഹാമിന്റെ അകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞങ്ങൾ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. ആരാധനയ്ക്കകത്ത് അവൻ ആ ഒരു വിശ്വാസം അകത്ത് വ്യാപരിക്കട്ടെ. അവൻ ആരാധനയ്ക്കകത്ത് എന്തെങ്കിലും അവൻ ആരാധിച്ച കാരണത്താലോ ആരാധിക്കുന്നതിനാലോ എന്തെങ്കിലും നഷ്ടമായി എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ഞാനൊരു ദൂതായി പറയാൻ ആഗ്രഹിക്കുന്നു. ആരാധനയിൽ എന്തെല്ലാം നഷ്ടമായോ അത് മടക്കി വാങ്ങുന്ന അവൻ വർഷമാണ് 2026. ആരാധന നിമിത്തം നീ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നീ ദൈവം തിരിച്ചു തരുന്ന ദിവസങ്ങളാണിത്. വിശ്വസിക്കുന്ന കരമെന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ ഞാനും എന്റെ മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. അബ്രഹാമിന് അറിയാം, ഞാൻ പോകുന്നത് അവന്റെ മകനെ യാഗമർപ്പിക്കാൻ. അവിടെ ഞാൻ യാഗമർപ്പിക്കുക, അവിടെ എന്റെ മകൻ ചാരമായി മാറും. അവൻ അവിടെ ആ യാഗപീഠത്തിന്മേൽ അവനെ ഞാൻ കിടത്തും. അവൻ യാഗപീഠത്തിന്മേൽ കിടത്തി അവിടെ ഞാൻ കണ്ണമായി മുറിക്കും. അവനെ അവൻ ആ തീയിൽ അവിടെ ഞാൻ ദഹിപ്പിക്കും, ചാരമായി മാറും. പക്ഷെ അവന്റെ അകത്ത് അവൻ ഭയങ്കരമായ ബോധ്യമുണ്ട്, ഞാൻ പോകുന്നത് ദൈവത്തിനു മുന്നിൽ ആരാധിക്കാൻ വേണ്ടിയാ. ദൈവസന്നിധിയിൽ ആരാധിച്ച് ആമൻ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടല്ല ഞാൻ തിരിച്ചിറങ്ങുന്നത്. ആമൻ സന്തോഷത്തോടെ ആ ദൈവം എന്നെ കരുതി എന്ന് പറയുന്ന വാക്കോടെ യഹോവ ഈരേ എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ പുതിയ പ്രത്യക്ഷത അനുഭവിച്ച് ഇറങ്ങി വരുമെന്നുള്ള ഉറപ്പ് അബ്രഹാമിന്റെ അകത്തുണ്ട്. അതാണ് അബ്രഹാമിന്റെ അനുസരണയ്ക്കുള്ള നിദാനമായി മാറിയത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. കൊടുക്കാൻ നമുക്ക് ആരാധന, കൊടുക്കാൻ നമുക്ക് ആരാധന. നമ്മുടെ സഭയിൽ ആരാധനയ്ക്ക് വേണ്ടി അമ്മ സമയം ക്ലിപ്തമാക്കല്ലേ. കൊടുക്കാൻ ദൈവത്തിന് ആരാധന, ആവോളം ദൈവത്തിന് ആരാധന കൊടുക്കുക, ആവോളം ദൈവത്തിന് സ്തുതി കൊടുക്കുക. എത്രമാത്രം ദൈവത്തിന് ആരാധന കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഹൃദയംഗമായി ദൈവത്തിന് ആരാധന കൊടുക്കാം. മറ്റൊരു വ്യക്തി അയ്യോബ് 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാ. ആമേൻ. തന്റെ ജീവിതത്തിൽ വന്നടിച്ച ആ വലിയ അപകടകരമായ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആമേൻ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, തന്റെ മൃഗസമ്പത്തുകൾ നഷ്ടപ്പെടുന്നു, തന്റെ സാമ്പത്തിക മേഖല തകരുന്നു, തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്നു. ഇതെല്ലാം മുൻപിൽ കാണുമ്പോൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന ഇങ്ങനെയാ. അവൻ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി അവൻ മുടി വെട്ടിയിട്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം ആരാധിക്കുന്നു. ഹല്ലേലൂയ. എന്തൊരു മനുഷ്യനല്ലേ.
നമ്മൾ നഷ്ടപ്പെടുമ്പോൾ വല്ലാതെ കരയുക പതിവ്, നഷ്ടപ്പെടുമ്പോൾ ആരാധന നിർത്തുക പതിവ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ആരാധന മുടക്കുന്നവരാ നമ്മൾ പലരും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അതിന്റെ കെയർ ഓഫിൽ നമ്മൾ ആരാധന ഒഴിവാകുക പതിവ്. പക്ഷേ ഇയ്യോബ് അങ്ങനെയല്ല. എല്ലാം നഷ്ടമായി 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 എന്ന് പറയുമ്പോ ഇയ്യോബിന് അറിയാം, ഇപ്പോഴാണ് ദൈവത്തെ ആരാധിക്കേണ്ട റൈറ്റ് ടൈം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. കാരണം അവനൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരു കാലത്ത് എന്നെ ഈ നഷ്ടത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും വീണ്ടെടുക്കുക. ഹല്ലേലൂയ. എന്റെ തൊക്ക് നശിച്ചാൽ എനിക്കുള്ളത് എല്ലാം നഷ്ടമായി പോയാൽ അതിന്റെ മടക്കി തരാൻ റെസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം അകത്തുള്ളത് കൊണ്ട് നഷ്ടങ്ങളുടെ നടുവിലും ഇയ്യോബ് ദൈവത്തെ ആരാധിക്കുകയാണ്. ആമേൻ. നമുക്ക് രോഗം വരാം, രോഗം സൗഖ്യമാകാം. സാമ്പത്തിക നന്മകൾ വരാം, സാമ്പത്തിക നന്മകൾ ചോരാം. നമ്മുടെ ഇന്നത്തെ ആരോഗ്യം നിലനിൽക്കാം, ഇല്ലാതാകാം. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാൽ മാറ്റമില്ലാത്തവൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്, ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും മാറാത്തവൾ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൾ നമ്മുടെ യേശുവാണ്, നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. ഈ രാവിലെ അവൻ കൊടുക്കുക നമ്മുടെ ദൈവത്തിന്റെ മുഴുവൻ മഹത്വവും. ആമേൻ. ഈ പകൽ അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെയായാലും നമ്മുടെ ആരാധനയെ അത് സ്വാധീനിക്കരുത്. നമ്മുടെ അവസ്ഥ എന്തായാലും നമ്മുടെ ആരാധനയെ അത് ബാധിക്കാൻ അനുവദിക്കരുത്. ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് ശക്തി കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരമുദ്രത്തെ സ്തോത്രം ചെയ്താട്ടെ, ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ, നല്ല മഹത്വം കൊടുത്താട്ടെ. എന്തെല്ലാം നഷ്ടമായാലും ആരാധനയ്ക്ക് വിട്ടുവീഴ്ചയില്ല. എന്തെല്ലാം നമ്മിൽ നകന്നാലും ആരാധനയ്ക്ക് ഒരു കോംപ്രമൈസ് ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പോടെ, അങ്ങനെ ബലത്തോടെ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2026 നമ്മെ എല്ലാവരെയും ദൈവം ആ നിലകളിൽ നടത്തട്ടെ. ആരാധനയ്ക്കകത്തൊരു വലിയൊരു ഉത്തേജന കർത്താവ് നമുക്ക് നൽകട്ടെ. മടിയില്ലാതെ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.